എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജിത്തു കേജ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിൽ ചെയ്തിട്ടുള്ളൊരു 4 മോഡൽ വീടിൻ്റെ ഹോം ടൂറാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും കാണിക്കലും മാത്രമല്ല, ഈ വീടിൻ്റെ ബഡ്ജറ്റിനെ പറ്റിയും അതുപോലെ ഇതിൻ്റെ പ്ലാനിനെ പറ്റി അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ട വീഡിയോ മൊത്തമായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഈ വീടിൻ്റെ പ്ലാൻ. ഈ പ്ലാനിൽ എഴുതിയിട്ടുള്ള അളവുകളൊക്കെ സെൻറ്റിമീറ്ററിലാണ്. ഈ വീടിൻ്റെ ആകെ ഏരിയ വരുന്നത് 1686 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീടിൻ്റെ പ്ലാനും ഡിസൈനും കാര്യങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഈ വീടിൻ്റെ ബഡ്ജറ്റിനെ പറ്റി നോക്കാം. അപ്പോൾ ഈ ഒരു വീട് പണിതേണ്ടതെന്ന് വെച്ചാൽ സിമെൻറ്റ് കട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വീട് പണിതിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഫൗണ്ടേഷൻ ഒരു 2 അടി ഡെപ്ത്, ബേസ്മെൻറ്റ് ഒരു 1.5 അടി, അതായത് ഒരു 45 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തത്. അതുപോലെ ലിൻഡിലും സൺഷെയ്ഡും ഒക്കെ ഒരു 210 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തത്. മെയിൻ സ്ലാബ് വരെയുള്ള ഹൈറ്റ് എന്ന് വെച്ചാൽ 300 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ഈ ഒരു വീട് പണിയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള കട്ടലും ജനലും കാര്യങ്ങളൊക്കെ മരത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ വീട് പണിതപ്പോൾ വാർക്ക് വരെ വന്ന ചിലവെന്ന് നമുക്ക് നോക്കാം. 18 ലക്ഷം രൂപയാണ് ഈ ഒരു വീട് വാർക്ക് വരെ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ചിലവ്. പിന്നെ ഒരു പ്ലാസ്റ്ററിംഗ് ലെവൽ, അതായത് തേപ്പ് വരെയുള്ള ഒരു ചിലവ് എന്ന് വെച്ചാൽ 22 ലക്ഷം രൂപയാണ്. പിന്നെ ഈ ഒരു വീഡിയോയിൽ കണ്ട പോലെ ഒരു വീട് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഏകദേശം ഒരു 36 ലക്ഷം രൂപ ചിലവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് ഒരു 36 ലക്ഷം ആവാൻ കാരണം എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇതിൻ്റെ 2ാമത്തെ ഫ്ലോറിൻ്റെ മെയിൻ സ്ലാബ് വാർത്തിട്ട് അതിൻ്റെ മുകളിൽ ട്രസ് റൂഫ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു ട്രസ് റൂഫ് ചെയ്യാൻ നമുക്ക് ഏകദേശം ഒരു 4 ലക്ഷം രൂപയോളം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ബഡ്ജറ്റ് 36 ലക്ഷം രൂപയോളം വന്നത്. ഇനിയിപ്പോൾ ബഡ്ജറ്റ് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ മരത്തിൻ്റെ കട്ടളച്ചല്ല എന്നുള്ളതൊക്കെ മാറ്റി കോൺക്രീറ്റിൻ്റെ ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ ബഡ്ജറ്റ് കുറയും. അതുപോലെ എന്താ പറയുക, ഇപ്പോൾ ഈ ട്രസ് റൂഫ്, ഈ വാർക്കയുടെ മുകളിൽ ട്രസ് റൂഫ് ചെയ്യുന്നതിന് പകരം ഈ വാർക്ക തന്നെ ഒഴിവാക്കിയിട്ട് ട്രസ് റൂഫ് ചെയ്യണമെങ്കിൽ ബഡ്ജറ്റ് ഇനിയും കുറയുന്നതാണ്. ഇനിയിപ്പോൾ വെട്ടുകല്ലോ അല്ലെങ്കിൽ ചൂളക്കെട്ടൊക്കെ ഉപയോഗിച്ച് ഈ വീട് പണിയാണെങ്കിൽ ഞാൻ ഈ ഒരു പറഞ്ഞ ബഡ്ജറ്റിനായാലും ബഡ്ജറ്റ് കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ വീടിൻ്റെ പ്ലാനോ ഡിസൈനോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കൂടാതെ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക.
പിന്നെ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.